അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. വെറും 5 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിൽ ഈ ചൂടുള്ള സമയത്തൊക്കെ നല്ല തണുപ്പ് കിട്ടുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ കുറച്ചധികം വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് ചവ്വരി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചവ്വരി വേവിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചവ്വരി ഒരു പകുതിയിൽ കൂടുതൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി സ്ട്രോബെറി മിക്സാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിസ്തയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ അല്ലാതെ തന്നെ ചവ്വരി കളറും ഒന്നും ചേർക്കാതെ, ഫ്ലേവറും ഒന്നും ചേർക്കാതെ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് വയ്ക്കാം. എന്നിട്ട് ഒന്ന് തണുത്ത് വരണം. ഇപ്പോൾ തണുത്ത വെള്ളത്തിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് കസ്കസ് ഒന്ന് കുതിർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂണോളം കസ്കസ് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് വീർത്ത് വരും. ഒരു ബൗളിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ട് അരിച്ചെടുത്തിട്ടുള്ള ആ ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ആദ്യം ഒരു 1/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പഴം മാത്രമേ ചേർക്കുന്നുള്ളൂ. പഴമാകുമ്പോൾ എല്ലായിടത്തും എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടല്ലേ, അതുകൊണ്ട് ചേർത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് തണുത്ത പാലാണ് ചേർക്കുന്നത്. പാല് നിങ്ങൾക്ക് എത്രത്തോളം തിക്കായിട്ട് വേണം, അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ അതനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കുക. മധുരത്തിന് കുറച്ചും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കസ്കസ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് കൂടി ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിലേക്ക് ആദ്യം കസ്കസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് വെറും 5 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഡ്രിങ്കാണ്. ചവ്വരിയൊക്കെ നേരത്തെയൊക്കെ വേവിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കിത് മിക്സ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്